വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളൊരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റിന് വന്നിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നല്ല തിരക്കുള്ളതുകൊണ്ട് വെയിറ്റിംഗ് റൂമിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പല ടൈപ്പ് ആളുകൾ കാണുമല്ലേ. ചിലർ ക്ഷമയോടെ വല്ല ബുക്കോ വായിച്ചിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലർ അടുത്തുള്ളവരോട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ മറ്റു ചിലരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര അക്ഷമരായിട്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കയ്യിലുള്ള വാച്ചിലേക്കോ അല്ലെങ്കിൽ വാളിലുള്ള ക്ലോക്കിലേക്കോ നോക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവർ കാണാൻ എണീറ്റ് ഡോറിൻ്റെ അവിടെ പോയിട്ട് നേഴ്സ് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അവരുടെ ടേൺ ആവാനായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അവർ നേഴ്സിനോട് ചോദിക്കുകയും ചെയ്യും, എൻ്റെ ടേൺ ആവാനായോ എന്ന്. അപ്പോൾ ആളുകളുടെ റിയാക്ഷൻ എന്തൊക്കെയാണെങ്കിലും അവരുടെ ടേൺ വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യണം അല്ലേ. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മുമ്പ് എപ്പോഴോ കേട്ടൊരു കോമഡിയാണ്. അതായത് ഒരാൾ ബസ്സിൽ കയറിയിട്ട് കമ്പിയിൽ പിടിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തൊരു സീറ്റ് കഴിഞ്ഞപ്പോൾ അയാളോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞപ്പോൾ അയാൾ പറയാണ്, എനിക്കിരിക്കാൻ നേരമില്ല, തിരക്കുണ്ടെന്ന്. അയാൾ ഇരുന്നാലും ഇല്ലെങ്കിലും അവിടെ എത്തി ബസ് നിർത്തുമ്പോഴല്ലേ അയാൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതുപോലെയാണ് നമ്മളെ ലൈഫിലും പലപ്പോഴും. നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുക അല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരില്ല. കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയം എങ്ങനെ ചിലവഴിക്കണം നമ്മൾ വേണം തീരുമാനിക്കാൻ. നമുക്ക് ആ സമയം ആങ്ഷ്യസ് ആയിട്ട് ടെൻഷൻ അടിച്ച് അക്ഷമയോടെ വെയിറ്റ് ചെയ്യാം. അല്ല, നമുക്ക് ക്ഷമയോടെ കാമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ആ സമയം ചിലവഴിക്കാം. പല കാര്യങ്ങളും ഡിലേ വരുമ്പോൾ നമ്മളതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കണം അല്ലേ. ആ സമയം നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ടു ഗ്രോ, ടു ലേൺ, ടു റിഫ്ലക്റ്റ് അല്ലേ. നമ്മൾ ചെയ്തത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് അതിൽ ചിലപ്പോൾ എന്തെങ്കിലും തിരുത്തുകൾ വരുത്താനൊക്കെ ഉണ്ടാവും. റിമെമ്പർ, യു കാൻ കൺട്രോൾ ദ വെയിറ്റ്, ബട്ട് യു കൻ കൺട്രോൾ ഹൗ യു വെയിറ്റ്.